അസ്സലാമു അലൈക്കും. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം. സഖ്യകക്ഷികളുടെ എല്ലാവിധ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന സമയത്താണ് ഹുയൈ ഒരു അത്ഭുത തന്ത്രവുമായിട്ട് അവരുടെ മുമ്പിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇനിയും ഈ മരുഭൂമിയിൽ നിന്ന് കാറ്റും മഴയും കൊണ്ട് തണുപ്പും കൊണ്ട് എന്തെങ്കിലും രോഗം പിടിപെട്ട് മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലതാണ് തിരിച്ചു പോവുക. തോട്ടവും വേണ്ട, യുദ്ധമുതലുകളും വേണ്ട, നബി തിരുമേനിയും വേണ്ട, ആരെയും വേണ്ട, തിരിച്ചു പോവുക. ജീവൻ കൊണ്ട് തിരിച്ചു പോവുക. ജീവിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി. എല്ലാ ആഗ്രഹങ്ങളും അവരിൽ നിന്ന് പുറത്തു ചാടി. എല്ലാ ആഗ്രഹങ്ങളും അവർ മനസ്സ് വെച്ച ആഗ്രഹങ്ങളെന്നൊക്കെ വിട്ടൊഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ജീവൻ കൊണ്ട് തിരിച്ചുപോയി അത്രയും നല്ലത് അവർക്ക് മനസ്സിലായി. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായതാരാ? ഹുയൈയാണ്. അദ്ദേഹമാണ് ഈ സഖ്യസേന ഉണ്ടാക്കി വെച്ചത്. അദ്ദേഹമാണ് എല്ലാവരും കൂടി 10,000 പേരെയും കൊണ്ടിട്ട് ഇപ്പോൾ മദീനയിലെത്തിയത്. അവിടെ വരുമ്പോഴാണ് കാണുന്നത് തങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ പ്രശ്നങ്ങൾ, കാറ്റും മഴയും, അതുപോലെ തന്നെ തണുപ്പും, അപ്പുറത്ത് വലിയ കിടങ്ങുകൾ. ഈ ഒരവസ്ഥയിൽ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് കരുതിയിരിക്കുന്ന അബൂ സുഫിയാൻ്റെ സേന. ഇനി തിരിച്ചു പോകാം, അതേ കഴിയുള്ളൂ എന്ന് ഉറപ്പ് ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് ഹുയൈ പറയുന്നത്, അരുത്, ഇപ്പോൾ തിരിച്ചു പോയാൽ ഇതുപോലെ ഒരു സഖ്യം 10,000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ രൂപവൽക്കരിക്കുക എന്നുള്ളത് ഇനി നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ സ്വപ്ന തുല്യമായിട്ടുള്ള അവസ്ഥ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുന്നേറ്റത്തിന് വരുന്ന കൊച്ചു കൊച്ചു തടസ്സങ്ങൾ നമ്മൾ മാറ്റാൻ നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ജൂതന്മാരുടെ ഒരു വംശക്കാരായിട്ടുള്ള ഖുറൈള ഗോത്രം അവർ തിരുമേനിയുടെ ഒപ്പമാണ്. അവർ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വലം കൈ പോലെ പ്രവർത്തിക്കുന്നവരാണ്. ആ ഗോത്രത്തിലുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, നബി തിരുമേനിയുടെ മുസ്ലിങ്ങളുടെ ശക്തി കുറയ്ക്കാം. 2, മദീനയിലേക്കുള്ള കവാടം തുറക്കുന്നതിന് ഖുറൈള ഗോത്രക്കാർക്ക് കഴിയും. അങ്ങനെ ഖുറൈള ഗോത്രക്കാർ വഴി മദീനയിലേക്ക് കടന്ന് ഈ കിടങ്ങുകളെ മറികടന്ന് അതിനുള്ള വഴി മാർഗങ്ങൾ പിന്നീട് ഉണ്ടാക്കി അവിടേക്ക് കടന്ന് മദീനക്കാരെ എല്ലാവരും കൂടി കെട്ടിപ്പൊതിഞ്ഞ് മക്കയിൽ കൊണ്ടിടാം. ഇതാണ് ഹുയൈ കൊടുത്ത വാഗ്ദാനം. അതെല്ലാം അവരൊരു പരിധി വിശ്വസിച്ചു. അവർക്കെല്ലാം സന്തോഷമുണ്ടായി. അവരെല്ലാം കാത്തിരിക്കുന്നു. ഹുയൈ അവിടെ ഖുറൈള ഗോത്രത്തലവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവിടെ വിചാരിച്ച പോലുള്ള സ്വീകരണമല്ല കിട്ടിയത്. മുഖത്ത് നോക്കാൻ പോലും അവർ തയ്യാറായില്ല. സംസാരിക്കാൻ എന്നുള്ളതല്ല, മുഖത്ത് നോക്കാൻ പോലും അവർ തയ്യാറായില്ല. അവരുടെ മുമ്പിൽ അവരെ കോട്ടവാതിൽ കൂട്ടിക്കെട്ടി, വീടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി കോട്ടകൾ പോലെയാക്കി വെച്ചിട്ടുണ്ട്. ആ കോട്ടവാതിലുകൾ അവർ അടച്ചു കളഞ്ഞുകൊണ്ട് വരണ്ട. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല, തിരിച്ചു പോകാൻ കഴിയുന്നില്ല. കടലിനും ചെകുത്താനും ഇടയിൽ ഗോത്രവംശയിൽ ഖുറൈള ഗോത്രക്കാരെ അങ്ങോട്ട് കയറ്റുന്നില്ല. തിരിച്ചിനി എന്ത് മുഖവുമായിട്ടാണ് ഇനി സഖ്യസേനയുടെ മുമ്പിൽ ചെല്ലുക? ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കോട്ടവാതിലിൻ്റെ മുമ്പിൽ അവിടെ മലർന്നടിച്ചു കിടന്നു. ഏറെ നേരം കഴിഞ്ഞ സമയത്ത് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കഅബ് ബിൻ അസദ് ആ കോട്ടവാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ കോട്ടവാതിൽ തുറന്നു കിട്ടിയപ്പോൾ അതിനകത്ത് അദ്ദേഹം പ്രവേശിച്ചു. അവിടെ പ്രവേശിച്ച് ഹുയൈ കഅബിനോട് പറഞ്ഞു, കഅബ്, നിങ്ങൾക്ക് നാശം വരുത്തുകയാണ്. അഭൂതപൂർവമായിട്ടുള്ള ശക്തി സംഭരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമത്, നിങ്ങൾക്ക് പരിശോധിക്കാമത്. 10,000 പേരുടെ കൂട്ടമാണ് വന്നിട്ടുള്ളത്. അതിനനുബന്ധമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനനുബന്ധമായിട്ടുള്ള എല്ലാ സംഭാരങ്ങളോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്തവണ മദീന വീഴും, മദീനയെ വീഴ്ത്തും, അതിനുള്ള എല്ലാ ശേഷിയുമുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ പ്രതിബന്ധങ്ങളുണ്ട്. അത് തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. ഖുറൈശികൾ മുഴുവൻ വന്നിട്ടുണ്ട്, ഗത്ഫാൻ ഗോത്രങ്ങൾ വന്നിട്ടുണ്ട്, അവരുടെ എല്ലാ നേതാക്കന്മാർ വരെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സഖ്യസേനയുടെ വക്താവായിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. മുഹമ്മദിനെയും അനുയായികളെയും
ഹുയൈൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുഹമ്മദിനെയും അനുയായികളെയും വേരോടെ പിഴുതെറിയും. വേരോടെ പിഴുതെറിയാതെ തിരിച്ചു പോവില്ലെന്ന് ഈ വന്ന സേനയിൽ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഹുയൈ കഅബിനോട് പറഞ്ഞത്. പക്ഷേ ഇത്രയും കേട്ടിട്ടും കഅബിൻ്റെ ആശങ്ക നീങ്ങിയില്ല. അദ്ദേഹത്തിന് സംശയമാണ്. കാരണം അവർക്ക് നബി തിരുമേനി വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ ആന്തരിക പ്രഭാവത്തിൽ വിശ്വാസമാണ്. പണ്ട് 10,000 പേരല്ല 25,000 പേര് വന്നാലും നബി തിരുമേനി ദൈവദൂതർ അവിടെ ഉള്ളിടത്തോളം കാലം, തിരുദൂതർ അവിടെ ഉള്ളിടത്തോളം കാലം അവരെ തോൽപ്പിക്കാൻ കഴിയുന്നതൊരു വിശ്വാസമുള്ളൂ. അതുകൊണ്ട് കഅബിൻ്റെ ആശങ്ക നീങ്ങിയില്ല. തങ്ങളോട് ചെയ്ത കരാറ് ഉണ്ടാക്കിയ സന്ധി പ്രകാരം മുസ്ലിങ്ങളും അവരുടെ നേതാവായിരിക്കുന്ന നബി തിരുമേനിയും ആ സന്ധി വളരെ മനോഹരമായിട്ട് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് അതവർ പാലിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവർ പാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാർ അതിനെ നിഷേധം ചെയ്താലോ അതിനെ ലംഘിച്ചാലോ അത് ഈശ്വരൻ നിരക്കാത്ത കാര്യമായിരിക്കും. അതുകൊണ്ട് അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. ആയതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള പ്രവാചകനുമായിട്ടുള്ള ഖുറൈള ഗോത്രത്തിൻ്റെ സന്ധി, ഉടമ്പടി, അതിൽ നിന്ന് കടുക് മണിക്ക് പോലും വ്യത്യാസം വരുത്താൻ ഇപ്പം കഴിയില്ല ഹുയൈയെ എന്ന് കഅബ് പറഞ്ഞു. പക്ഷേ മുമ്പ് പറഞ്ഞ ഹുയൈന് തിരിച്ചു പോകാൻ പറ്റില്ല. ഹുയൈ വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, പഴയ കുറേ കാര്യങ്ങളെടുത്ത് പറഞ്ഞു. ഈ പറയുന്ന മുഹമ്മദ് നിങ്ങൾ ജൂതന്മാർക്ക് വരുത്തി വെച്ച കഷ്ടപ്പാടുകൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു ജൂതന്മാർക്ക് വരുത്തി വെച്ച കഷ്ടപ്പാടുകളും അതുപോലെ നബി തിരുമേനിയുടെ കഥ കഴിക്കുന്നതിൽ സഖ്യകക്ഷികൾ പരാജയപ്പെടുന്ന പക്ഷം ഇനിയും നേരിടേണ്ടി വരുന്ന ദുരന്തം. ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് നബി തിരുമേനി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇപ്പോഴത്തെ ഈ യുദ്ധം സഖ്യകക്ഷികൾ ഇത്രയും ശക്തമായിട്ട് വന്ന് ഈ യുദ്ധം നടത്താതെ അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നാൽ വീണ്ടും മുഹമ്മദ് നബി തിരുമേനിയും ശക്തനായിട്ട് മാറും, കൂടുതൽ ശക്തി ആർജിക്കും. അങ്ങനെ സഖ്യകക്ഷികൾ ഇത്തവണ തിരിച്ചു പോകുന്നു എന്നുള്ളതുകൊണ്ടുള്ള പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനിക്കും. അത് നിങ്ങളുടെ നാശത്തിനിട വരുത്തും. ഇതാണ് ഖുറൈള ഗോത്രത്തലവനോട് ഹുയൈ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. സഖ്യകക്ഷികളുടെ സംഖ്യയെയും എത്ര പേരുണ്ട്, അവരെത്ര അതിനകത്തുള്ള മറ്റുള്ള സംഭാരങ്ങൾ എത്രമാത്രം വിപുലമാണ്, എത്ര കുതിരകളുണ്ട്, എത്ര ഒട്ടകങ്ങളുണ്ട്, അതിനെക്കുറിച്ചും അവരുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ സന്നാഹങ്ങൾ, അവരുടെ യുദ്ധതന്ത്രങ്ങളും കൂട്ടത്തിലുള്ള നേതാക്കന്മാർ, അവർക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടി നേതാക്കന്മാർ തന്നെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായി തന്നെ കഅബിനോട് സംസാരിച്ചു. ഇപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് മദീനയെ പൊടിപൂരമാക്കി കളയാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരേ ഒരു തടസ്സം ഈ കാണുന്ന കിടങ്ങുകളാണ്. അതിനെ മറികടക്കുക, പ്രത്യേകിച്ച് മൃഗങ്ങളെ അടക്കം മറികടക്കുക എന്നുള്ളത് കഴിയാത്തൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ആയി കൂടിയുള്ള തടസ്സം. ഇതാണ് കഅബിനെ ബോധിപ്പിച്ചത്. ഏതായാലും പല കാര്യങ്ങൾ പറഞ്ഞും ജൂതന്മാരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞും ജൂതന്മാർക്ക് കഷ്ടപ്പാടുണ്ടാക്കിയത് ആരാണെന്ന് ബോധിപ്പിച്ചും ജൂതന്മാർക്ക് പലപ്പോഴായിട്ട് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ നൽകിയ നബി തിരുമേനിയെ ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കഅബിൻ്റെ ജൂതരക്തം അങ്ങോട്ട് ചൂട് പിടിപ്പിച്ചു. ഹുയൈ വാചാലനായിക്കൊണ്ട് സംസാരിച്ച് കഅബിൻ്റെ ജൂതരക്തം ചൂട് പിടിപ്പിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നബി തിരുമേനിയുമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് അല്പസ്വല്പമൊക്കെ പിൻവാങ്ങാൻ
അദ്ദേഹം തീരുമാനിച്ചു. പല സ്വപ്നങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഉടമ്പടിയെ ലംഘിക്കുക, അതോടൊപ്പം തന്നെ സഖ്യസേനയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുക, അങ്ങനെയാകാം എന്ന് ഖുറൈള ഗോത്രത്തലവൻ സമ്മതിച്ചു. അതായത് തിരുദൂതരുമായിട്ട് നബി തിരുമേനിയുമായിട്ടുള്ള ഉടമ്പടി, സ്നേഹബന്ധം എന്ന് പറയാം, അതിനെ മറികടക്കാൻ, ഉല്ലംഘിക്കാൻ തന്നെ ഖുറൈളക്കാർ തീരുമാനിച്ചു, ഖുറൈള ഗോത്രം തീരുമാനിച്ചു. ഈ തീരുമാനമായിട്ട് ഹുയൈ സഖ്യസേനയ്ക്ക് ആവേശം പകർന്നു. ഇനിയും തിരിച്ചു പോകേണ്ടതില്ല, ഇനിയും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഈ കടങ്ങളെ മറികടന്നുകൊണ്ട് മദീനയിൽ പ്രവേശിക്കാം, മുഹമ്മദിനെ കയ്യോടുകൂടി പിടികൂടാം എന്നുള്ള മോഹം വീണ്ടും അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും സഖ്യസേനകൾക്കും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചു. ഈ സംഭവം ഖുറൈള ഗോത്രത്തിൻ്റെ ചതി, അവരുടെ തീരുമാനമറിഞ്ഞ്, ഈ തീരുമാനം അറിഞ്ഞ ഉടനെ തന്നെ നബി തിരുമേനി പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഒപ്പം നിന്ന് വഞ്ചിക്കുകയാണ് ചെയ്തത്. അത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് വഞ്ചന. നേരത്തെ അവർക്ക് പറയാമായിരുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല, ഉടമ്പടിയിൽ നിന്ന് ഞങ്ങൾ മാറുന്നു, ഞങ്ങളിവിടെ വിട്ടുപോകുന്നു. ഒപ്പം നിൽക്കുകയും 10,000 പേരുടെ സഖ്യസേന കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. ഈ സമയത്ത് ആണ് ഖുറൈള ഗോത്രം അവരുടെ ചതി പ്രയോഗിക്കുന്നത്. അതൊരു വൻ ചതിയാണ്. അത് ആ ഒരു സമയത്തായതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാമായിരുന്നു, നബി തിരുമേനിക്കും അറിയാമായിരുന്നു. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഇവിടെ സംഭവിച്ചത്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്, അതിനെക്കുറിച്ച് നിരീക്ഷിക്കാനായിട്ട്, അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഔസ് ഗോത്രത്തലവനായിട്ടുള്ള സയ്യിദ് ബിൻ മുവാദിനെയും ഖസ്റജ് ഗോത്ര നേതാവായിട്ടുള്ള സയ്യിദ് ബിൻ ഉബാദയെയും അബ്ദുല്ല ബിൻ റമാഹയോടൊപ്പം പ്രവാചകൻ അവിടേക്ക് പറഞ്ഞയച്ചു. ഇനി ആ സംഭവം യാഥാർത്ഥ്യമാണെങ്കിൽ അത് വേറെ ആരും അറിയിക്കേണ്ട, അതവരുടെ മനസ്സിൽ ചഞ്ചലമാക്കി കളയും, ആരും അറിയിക്കേണ്ട. ഈ സംഭവം ഇതുപോലെ തന്നെ ഖുറൈള ഗോത്രം വാക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, കിടങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് സഖ്യസേനയെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ അത് ആരോട് പറയണ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി എന്ന് നബി തിരുമേനിയോട് പറഞ്ഞിരുന്നു. ഖുറൈള ഗോത്രത്തെ സമീപിച്ചു, അതിൻ്റെ തലവനെ സമീപിച്ചു. അവർക്ക് മനസ്സിലായി, ഈ പോയവർക്ക് മനസ്സിലായി, ഔസ് ഖസ്റജ് ഗോത്രത്തിലെ തിരുമേനിയാൽ നിയോഗിതരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി, അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി സ്ഥിതിഗതികൾ അത്യന്തം മോശമാണ്. ഉടമ്പടി ലംഘിക്കുന്നവർ വിലക്കിയപ്പോൾ സഹോദര ഗോത്രമായിട്ടുള്ള നളീറിനെ മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഉടമ്പടി ലംഘിക്കുന്നത് ശരിയല്ല, അത് ചതിയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വിപുലമായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തി, ഖുറൈള ഗോത്രക്കാരെ ബോധ്യപ്പെടുത്തി. അത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഖുറൈള ഗോത്രത്തലവൻ, അതിൽ ഗോത്രത്തലവന്മാരൊരു കാര്യം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉടമ്പടി ലംഘിക്കുന്നില്ല, ഉടമ്പടി അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ ഉടമ്പടി ലംഘിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്തു തരണം. മുൻപ് ഇവരുടെ സഹോദര ഗോത്രമായിട്ടുള്ള നളീറിനെ മദീനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അവരെ മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ഖുറൈള ഗോത്രക്കാർ ആവശ്യപ്പെട്ടത്.
ഖുറൈള ഗോത്രവുമായിട്ട് സഖ്യത്തിലായിരുന്ന ഔസ് ഗോത്രത്തിൻ്റെ നായകൻ നളീർ ഗോത്രത്തിന് നേരിട്ടതിലും ഗുരുതരമായ വിപത്താണ് ഇപ്പോഴത്തെ ഈ കരാർ ലംഘനം കൊണ്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ് നൽകി. പക്ഷെ ആ ഭീഷണി അവർ വകവച്ചില്ല. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. അത് മാത്രമല്ല, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉടമ്പടിയിൽ നിന്ന് മാറുന്നു എന്ന് മാത്രമല്ല, അവർ പ്രവാചകനെ അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. ആരാണ് ഈ ദൈവദൂതൻ? ആരുടേതാണ് ഈ ദൈവദൂതൻ? എന്നാണ് ഇദ്ദേഹം ദൈവദൂതനായി മാറിയത്? ഇതാണ് കവപ്പ് ചോദിച്ചത്. ഞങ്ങളും പ്രവാചകനും തമ്മിൽ ഒരു ഉടമ്പടിയുമില്ല എന്ന് പോലും പറയാൻ ഖുറൈള ഗോത്രത്തലവൻ സന്നദ്ധനായി എന്നുള്ളതാണ്. പിന്നീട് ഇരു വിഭാഗങ്ങളും തമ്മിൽ വലിയ ശകാരവർഷമാണ് അവിടെ നടന്നത്. അൽഹംദുലില്ലാഹ്.